ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മളെ ഹോണ്ട ആക്റ്റീവ പഴയ മോഡൽ വണ്ടിയാണ്. അതിന് മോർണിംഗിൽ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സെൽഫ് എടുക്കണില്ല. പിന്നെ ബ്രേക്ക് ചെക്കപ്പ്, സ്പീഡോമീറ്റർ ചെക്കപ്പ് അതൊക്കെ പറഞ്ഞ് വന്നതാണ് വണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ മോർണിംഗ് മിസ്സിങ് കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് ചെറിയൊരു വലിയുറവ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാർബറേറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ചു നോക്കിയതാണ്. ഇതിനകത്ത് അത്യാവശ്യം അഴുക്കാണ് ഇരിക്കുന്നത് കേട്ടോ. ഫുള്ള് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലീനർ വെച്ചിട്ട് വേണം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊന്നും ഈ അടുത്ത കാലത്തൊക്കെ മാറ്റി യാതൊരു ഐഡിയ, ഫുൾ ബ്ലോക്കായി പോയേക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ് വണ്ടിക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ജെറ്റ്, കാർബറേറ്ററിൻ്റെ ഉള്ളിലുള്ള സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ചോക്കിട്ട് കുറേ നേരം പണിപ്പെട്ടാലാണ് വണ്ടി സ്റ്റാർട്ടായി റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ മാറ്റിയിടണം, പുതിയ ഫിൽറ്റർ ഇടണം. അതിനുശേഷം ആ ഹോസ് അവിടെ തുടങ്ങി മൊത്തം ക്ലീൻ ആക്കിയിട്ട് കാർബറേറ്ററും ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് പ്ലഗും കൂടി മാറ്റി റീസെറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ലീക്ക് ഉണ്ട് ഈ ഭാഗത്ത് കേട്ടോ. നമ്മളിപ്പോൾ അഴിച്ചപ്പോൾ കണ്ടു, അത് നമ്മുടെ അടുത്ത് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അഴിച്ചപ്പോൾ കണ്ടപ്പോൾ ആ കംപ്ലയിൻറ്റ് നമ്മൾ അതിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. അപ്പം നിലവിൽ നമുക്ക് എയർ ഫിൽറ്ററും കാർബറേറ്ററും പ്ലഗും അത്രയും ഭാഗം റെഡി ആക്കി കഴിഞ്ഞാൽ, എയർ ഫിൽറ്റർ മാറ്റി കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റ് മാറ്റി പ്ലഗ് മാറ്റി കഴിഞ്ഞാൽ അത്രയും ഭാഗം ഓക്കെ ആവും. പിന്നെ വേറൊരു കംപ്ലയിൻറ്റ് പറഞ്ഞത് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞേ. ബ്രേക്ക് ലൈനർ നമ്മൾ ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഗിയർ ബോക്സിൻ്റെ സൈഡ് ഫുള്ള് ഓയിലേക്കാണ്. ആ ബെയറിങ് പോയേക്കാം, ബാക്കിലത്തെ വീലിൻ്റെ ബെയറിങ് പോയിട്ട് ശരിക്കും ബ്രേക്ക് പിടിക്കുമ്പോൾ ചതഞ്ഞൊരവസ്ഥയിലാണ് ബ്രേക്ക് നിൽക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രേക്കുമ്പോൾ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് അഴിച്ചിട്ട് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലത്തെ ബെയറിങ് അടക്കം മാറ്റിയിട്ട് വേണം നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റാനായിട്ട്. എന്നാൽ തന്നെയാണ് ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ. ഓൾറെഡി ഇപ്പോൾ ഈ കണ്ടീഷനിൽ ഓടിയേക്കണത് കൊണ്ട് തന്നെ ഹബ്ബ് നമ്മൾ പുതിയ ലൈനർ ഇട്ടാൽ പോലും ഹബ്ബ് തേമാനം വന്നിട്ടുണ്ടാവും. അത് ചെരിഞ്ഞ്, അതായത് ബെയറിങ് പോയി കിടന്ന് ഓടുമ്പോൾ ഓവലായ രീതിയിലേക്ക് ഹബ്ബ് തേമാനം വന്നിട്ടുണ്ടാവും. ഇത് പെട്ടെന്ന് വന്നേക്കുന്ന കേസൊന്നുമല്ല, കുറച്ചായിട്ടുണ്ടാവും ഇങ്ങനെ കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹബ്ബിന് ഓൾറെഡി തേമാനം ഉണ്ടാവും. കാരണം ഉണ്ടാവേണ്ടതാണ്, നമുക്ക് അഴിച്ചു നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ സെൽഫ് എടുക്കാത്ത പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ ബാറ്ററിയാണ് കംപ്ലയിൻറ്റ്. ബാറ്ററി നമുക്ക് ഇതുമ്പോൾ ഇരിക്കുന്ന ആംകോൻ്റെ ബാറ്ററിയാണ്. നമ്മളത് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് 12.71 വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. സെൽഫ് എടുക്കില്ല, കാരണം സെൽഫ് എടുക്കാത്തതിൻ്റെ കംപ്ലയിൻറ്റ് ബാറ്ററി നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അതിലേക്കുള്ള കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കും, സെൽ ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സെൽഫ് എടുക്കാത്തത്. അപ്പോൾ സെൽഫ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫ് വർക്കിംഗ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ സ്പീഡോമീറ്ററിൻ്റെ കേസ് കേബിൾ നോക്കുന്ന സമയത്ത് മീറ്റർ ജാമാണ്. അപ്പോൾ തൽക്കാലം അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കണം നല്ലത്. കാരണം മീറ്റർ ടൈറ്റ് ആയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് കേബിൾ ഇട്ട് കഴിഞ്ഞാൽ കേബിൾ പൊട്ടി പോവുള്ളൂ. പ്രത്യേകിച്ച് നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല. അപ്പം നിലവിൽ അത്യാവശ്യം ഒരുവിധ എമൗണ്ടിലുള്ള വർക്കായി. കാരണം എന്താ വെച്ചാൽ ബാറ്ററി മാറ്റണം, ഗിയർ ബോക്സ് അഴിച്ചിട്ട് അതിൻ്റെ ബെയറിംഗ് മാറ്റി ബ്രേക്ക് ലൈനർ മാറ്റിയുള്ള ആ ഭാഗം റെഡി ആവുള്ളൂ. അപ്പോൾ തന്നെ ഏകദേശം ഒരു 2000 രൂപ 2600 രൂപ അതിന് ചിലവ് വരും. കാരണം ബാറ്ററിക്ക് തന്നെ 1600 ചില്ലാൻ രൂപ ഉണ്ട്. പിന്നെ അതിനകത്ത് ഡിസ്കൗണ്ടൊക്കെ കഴിച്ച് വരുമ്പോൾ കുറച്ച് പൈസ കുറയും എങ്കിൽ കൂടി. പിന്നെ ഗിയർ ബോക്സിൻ്റെ മൊത്തത്തിൽ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 900 രൂപ 950 രൂപ അതിന് വരുന്നുണ്ട്. ബ്രേക്ക് ലൈനർ കൂടി വരുമ്പോൾ ആ റേറ്റ് വരും. പിന്നെ എയർ ഫിൽറ്റർ, കാർബറേറ്റർ, പ്ലഗിൻ്റെ ഭാഗം അത്രയും കേസ് കൂടി ചെയ്യണം നമുക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വിളിച്ച് പറയാമേ. നോക്കിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം. കാരണം വണ്ടി പഴയ വണ്ടിയാണ്. വണ്ടിക്ക് ശരിക്കും മാർക്കറ്റ് വില ഇല്ല എന്ന് പറഞ്ഞിട്ട് പാർട്സുകൾക്കൊന്നും റേറ്റിൽ യാതൊരു വേരിയേഷനും വന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇമാതിരി കംപ്ലയിൻ്റൊക്കെ അങ്ങനെ പെൻഡിങ്ങിലുള്ള ചെറിയൊരു കംപ്ലയിൻറ്റ് കാണുമ്പോൾ തന്നെ അത് കൈയോടെ തീർത്ത് പോവുകയാണെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല. കാരണം ഞാൻ ബാക്ക് ബ്രേക്ക് കിട്ടാത്തൊരു കണ്ടീഷൻ വന്നപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. കാരണം അതിപ്പോൾ അങ്ങനെ കിടന്ന് ഓടുമ്പോഴത്തേക്ക് അത് കൂടുതലായിട്ട് കംപ്ലയിൻസിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്ലൈ ഇടുക. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ അത്യാവശ്യം പഴയ വണ്ടിയാണെങ്കിലും പിന്നെ ആ രീതിയിൽ. പിന്നെ അതേപോലെ വേറൊരു കേസ് പറയാൻ വിട്ടുപോയ കേസ്, നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ നോക്കിയിട്ടുണ്ട്. ലെവൽ നോക്കുമ്പോൾ ഇതുമ്പോൾ സ്റ്റിക്കുമ്പോൾ ഒരു തുള്ളി ഓയിൽ ആവണില്ല. നമ്മൾ വെറുതെ ഊറ്റി നോക്കിയതാണ്. ആ കൂടി ഇത്രയും ഓയിലുള്ളൂ. ഓയിൽ ലെവലില്ലാത്തതുകൊണ്ടാണ് ഊറ്റി നോക്കിയതാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ഓയിൽ തന്നെ ഒഴിക്കാം, ടോപ്പ് അപ്പ് ചെയ്തിട്ട് ഒഴിക്കാം. കിലോമീറ്റർ ബേസിലായിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ മാറ്റി കളയണതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അതിനൊന്നും പ്രത്യേകിച്ച് ലാഭം നോക്കരുത്. കാരണം ഞാൻ എഞ്ചിൻ ഓയിലിൻ്റെ ഇതുകൊണ്ടൊക്കെ വർക്ക് വന്നത് നമുക്ക് പ്രതീക്ഷിക്കാണ്ട് അപ്പോൾ കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.